100% വിജയത്തിളക്കത്തിന്റെ പുഞ്ചിരിയാണ് ഈ കാണുന്ന ഓരോ കുട്ടികളുടെയും മുഖത്തുള്ളത്. ശരിക്കും ഇവർക്ക് നൽകി കൊടുത്തിരുന്ന ഒരു ആത്മവിശ്വാസം. അധ്യാപകരുടെ ആത്മാർത്ഥതയും ഉൾക്കാഴ്ചയും ഒന്നുമില്ലാത്ത അധ്യാപകരില്ലാത്തടത്തോളം അതിനെ സാധിക്കും. അടക്കാനാകാത്ത സന്തോഷം എല്ലാ വർഷവും ഉണ്ട്. ഈ വർഷം അല്പം മുകളിലാണ് അല്ലേ? എല്ലാ വർഷവും ഇതുപോലെ തന്നെയാണ് സന്തോഷം. ഏകദേശം 45ഓളം കുട്ടികൾക്ക് എബോവ് 90 ശരിക്കും പറഞ്ഞാൽ ഹയർ സെക്കൻഡറിയിൽ 100% വിജയത്തിളക്കത്തിലാണ് ഇപ്പോൾ ഈ സ്കൂള്. ശരിക്കും ഇവിടുത്തെ സന്തോഷമൊന്നും പറയാതിരിക്കാൻ വയ്യ. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷമുള്ളൊരു വാർത്ത പങ്കുവയ്ക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് വർക്കലയിലെ മഹാത്മാഗാന്ധി മെമ്മോറിയൽ മോഡൽ സ്കൂളിലാണുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഹയർ സെക്കൻഡറിയിൽ 100% വിജയത്തിളക്കത്തിലാണ് ഇപ്പോൾ ഈ സ്കൂള്. ശരിക്കും ഇവിടുത്തെ സന്തോഷമൊന്നും പറയാതിരിക്കാൻ വയ്യ. ഇവിടുത്തെ ഓരോ കുട്ടികളുടെ മുഖത്തെ ആത്മവിശ്വാസം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. നമ്മുടെ സ്കൂളിൻ്റെ വിജയത്തിളക്കത്തിൻ്റെ വിശേഷങ്ങൾ കേൾക്കാം. ശരിക്കും പറഞ്ഞാൽ സ്കൂളിന് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അഭിമാനത്തിലുള്ള എങ്ങനെയാണ് ഒത്തിരി സന്തോഷത്തോടുകൂടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. 336 കുട്ടികളാണ് CBSE ബോർഡ് പരീക്ഷ എത്തിയത്. അതിൽ 116 പേർക്ക് ഡിസ്റ്റൻഷൻ ഉണ്ടായിരുന്നു. അതുപോലെ ഏകദേശം 45ഓളം കുട്ടികൾക്ക് എബോവ് 90 ആണ്. സാധാരണഗതിയിൽ സയൻസാണ് ടോപ്പർ ആയി വരുന്നത്. ഇത്തവണ കൊമേഴ്സിന് ആദ്യത്തേക്കാണ് ടോപ്പറാണ്. മെയിൻ സബ്ജക്ട്സിന് 3 സബ്ജക്ട്സിന് 100/100 അതിനും ഉപരി എൻ്റെ കുട്ടികൾ നന്നായിട്ട് പെർഫോം ചെയ്തു. അവരുടെ രക്ഷിതാക്കളോടും അധ്യാപകരോടും അർപ്പിച്ചിരിക്കുന്നു. ഒപ്പം എൻ്റെ ഓരോ വിദ്യാർത്ഥികളോടും നല്ലൊരു റിസൾട്ട് കാഴ്ചവെച്ചത്. അപ്പോൾ നമ്മുടെ സ്കൂളിന് ശരിക്കും പറഞ്ഞാൽ ഇത് ഏറ്റവും സുലഭമായിട്ടൊരു മുഹൂർത്തമാണ്. സർ, എന്താണ് ഈ ഒരു സന്തോഷ അവസരത്തിൽ പറയുന്നത്? സന്തോഷം അടക്കാനാകാത്ത സന്തോഷം. എല്ലാ വർഷവും ഉണ്ട്. ഈ വർഷം അല്പം മുകളിലാണ് അല്ലേ? എല്ലാ വർഷവും ഇതുപോലെ തന്നെയാണ് സന്തോഷം. റിസൾട്ട് വരുമ്പോഴത്തേക്ക് ഇതിന് കാരണക്കാര് വിദ്യാർത്ഥികളാണ്. സഹായിക്കാൻ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ട്രെയിനിങ്ങും അതോടൊപ്പം തന്നെ കുട്ടികളൊക്കെ തന്നെ അതിനോടൊപ്പം മാനേജ്മെന്റ് ലെവലില് ഇതൊന്നും അവകാശപ്പെടാനില്ല. പക്ഷെ അതിനനുസരിച്ച് മറ്റൊരു സ്കൂളില്ലാത്ത ഇതും ഈ മാനേജ്മെന്റ് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു അധ്യാപിക കൂടിയും അതോടൊപ്പം ഒരു രക്ഷിതാവും കൂടിയായിട്ടുള്ള ഒരു മാമാണ് കൂടെ ഉള്ളത്. മാം, എങ്ങനെയുണ്ട് നമ്മുടെ ഒരു സ്കൂളിന്റെ ഒരു വിജയശതമാനം? സ്കൂളിൻ്റെ വിജയശതമാനം ഈ വർഷത്തേത് അഭിനന്ദനാർഹമാണ്. പ്രത്യേകിച്ചും ഈ കുട്ടികളെ ഈ വിജയം കൈവരിക്കാൻ പ്രാപ്തരാക്കിയ അവരുടെ അധ്യാപകർ. ആ അധ്യാപകർ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് എൻ്റെ മോൻ ഉൾപ്പെടെ ഈ വിദ്യാർത്ഥിനികൾക്ക് ഇത്രയും നല്ല വിജയം ഈ വർഷം കൈവരിക്കാൻ സാധിച്ചത്. അധ്യാപകരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ക്ലാസ് ടീച്ചർ, ഡെപ്യൂട്ടി ടീച്ചർ, അവരെ പഠിപ്പിക്കുന്ന മറ്റ് അധ്യാപകർ. എൻ്റെ മകൻ കൊമേഴ്സാണ്. ഐശ്വര്യ ടീച്ചർ, ബിന്ദു ടീച്ചർ, അതുപോലെ അനുഷ്കർ സാർ തുടങ്ങി അവരെ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരും. കൊമേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നല്ല രീതിയിൽ നല്ല കൊമേഴ്സാണ് ഇപ്പോൾ ഇവിടെ മുന്നിട്ട് നിൽക്കുന്നത്. ഏറ്റവും നല്ല രീതിയിൽ നല്ല കുറേ കുട്ടികളെയും കിട്ടി, നല്ല കുറച്ച് അധ്യാപകരെയും കിട്ടി, ഒപ്പം അവർക്ക് താങ്ങത്തണലുമായി നല്ല രക്ഷിതാക്കളെയും കിട്ടി. അതാണ് നമ്മുടെ ഇന്നത്തെ ഈ വിജയത്തിൻ്റെ ഒരു ശരിക്കും ആരും നിരാശരല്ല. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ്. ഒരാളുടെ കാര്യം ഓർത്ത് പോലും നമുക്ക് ടെൻഷൻ ഇല്ല. കാരണം എല്ലാവരും ജയിച്ചു കഴിഞ്ഞു അല്ലേ? ഓക്കെ, അതൊരു 100% വിജയത്തിളക്കം എന്ന് നമുക്ക് പറയാം അല്ലേ? അതെ, അത് നല്ല മാർക്കോട് കൂടി, ആർക്കും കുറഞ്ഞു പോയിട്ടില്ല. എല്ലാവരും നല്ല മാർക്കോട് കൂടി. വെക്കേഷൻ സമയത്ത് പോലും ടീച്ചേഴ്സ് ഇവിടെ വന്ന് കുട്ടികൾക്ക് വേണ്ട സ്റ്റഡി
എന്താണ് അവർക്ക് വേണ്ട പഠന സഹായങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. അവർക്ക് ഏത് പോർഷനാണോ പ്രയാസമായിട്ട് തോന്നുന്നു അതെല്ലാം അവർ കുട്ടികളെ വിളിച്ച് വരുത്തി അതെല്ലാം പ്രത്യേകം പറഞ്ഞു ക്ലിയർ കൊടുക്കുക. ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞ അധ്യാപകരുടെ ആത്മാർത്ഥതയും ഉൾക്കാഴ്ചയും ഒന്നുമില്ലാത്ത അധ്യാപകരില്ലാത്തടത്തോളം ഇങ്ങനെ സാധിക്കത്തില്ല. അപ്പൊ അതാണ് നമ്മുടെ സ്കൂളിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു നേട്ടവും അഭിമാനം. നമ്മൾ ഇന്ന് കാണുന്ന ഔട്ടം ആ ഒരു അധ്യാപകരുടെ ആത്മാർത്ഥതയുടെ ഒരു ഔട്ടമാണ് നമ്മളന്ന് കാണുന്നത്. ഈ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ രക്ഷിതാക്കളുടെ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. മാനേജ്മെന്റിനെ പ്രത്യേകം നമ്മൾ അഭിനന്ദിക്കണം. എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഒരുക്കി തരുന്ന ഡോക്ടർ പി.കെ. ശ്രീകുമാരൻ നമ്മുടെ സ്കൂളിന്റെ ട്രസ്റ്റ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടും ആ ഉൾക്കാഴ്ച അദ്ദേഹത്തിന്റെ ആ വിഷൻ എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സ്കൂളെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രാണന് തുല്യമാണ്. നമുക്ക് ഞാൻ ഈ സ്കൂളിൽ കയറിയിട്ട് 25 വർഷം കഴിഞ്ഞു. നമുക്കറിയാം അത്രയും നാളത്തെ ഈ സ്കൂളിനോടുള്ള മാനേജ്മെന്റിന്റെ ആറ്റിറ്റ്യൂഡ്, അധ്യാപകർക്ക് ഈ സ്കൂളിനോടുള്ള ആറ്റിറ്റ്യൂഡ്, രക്ഷിതാക്കൾക്ക് ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഈ കാലങ്ങളായി തുടർന്നു വരുന്ന ഈ വിജയത്തിന്റെ പിന്നിലെ സത്യം പരമാർത്ഥം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇത് തുടരും. 100% വിജയത്തിളക്കത്തിന്റെ പുഞ്ചിരിയാണ് ഈ കാണുന്ന ഓരോ കുട്ടികളുടെയും മുഖത്തുള്ളത്. ശരിക്കും ഇവർക്ക് നൽകി കൊടുത്തിരുന്ന ഒരു ആത്മവിശ്വാസം, ഇവർക്ക് ഒരുക്കി കൊടുത്ത പഠന അന്തരീക്ഷം ഒക്കെ തന്നെയാണ് ഈ സ്കൂളിൽ ഇത്രയധികം ഒരു വിജയത്തിളക്കത്തിലേക്ക് ഇവരെ എത്തിച്ചത്. ഏതായാലും ഇവരൊക്കെ തന്നെ വലിയ വലിയ സ്വപ്നങ്ങളുമായി പ്രതീക്ഷകളുമായി ഈ സ്കൂളിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ഇവിടെ ഇത് അഭിമാനത്തിന്റെ നിമിഷം കൂടിയാണ്. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിലുവൻ വിസ്മയൻ.